4 വർഷങ്ങൾക്ക് മുൻപ് അരളിക്കയിൽ എഴുന്നള്ളിച്ചു വെച്ച ദിവ്യകാരുണ്യനാഥൻ ശോഭമങ്ങാതെ നിത്യം ജീവിക്കുന്നവനായി ഇന്നും നിലനിൽക്കുന്നു. കോഴിക്കോട് രൂപതയിലെ വയനാട് പിഒ ഭവൻ ധ്യാനകേന്ദ്രം പുത്തൂർ വയലിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം. ഇവിടുത്തെ കൈകെട്ടിയ ഈശോയുടെ തിരുസ്വരൂപവും മറ്റൊരു അത്ഭുതമായി തുടരുകയാണ്. കോവിഡ് മഹാമാരി ലോകത്തെ നടുക്കിയ കാലഘട്ടത്തിൽ ആരാധനാലയങ്ങളും ദേവാലയങ്ങളും പൊതുപ്രാർത്ഥനയിൽ നിന്ന് വിലക്കപ്പെട്ട കാലയളവിൽ കോഴിക്കോട് രൂപതയിലെ വയനാട് പിഒ ഭവൻ ധ്യാനകേന്ദ്രം പുത്തൂർ വയൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തിന് വേദിയായി. 2020 ജനുവരിയിൽ വയനാട് പിഒ ഭവൻ ധ്യാനകേന്ദ്രം പുത്തൂർ വയൽ ഡയറക്ടറായിരുന്ന ഫാദർ ബിനോയ് ലീൻ OFM കപ്പൂച്ചിൻ തന്റെ കൈകൾ കൊണ്ട് വാഴ്ത്തി അരുളിക്കയിൽ എഴുന്നള്ളിച്ചു വെച്ച് ആരാധിച്ച വിശുദ്ധ കുർബാന ഇന്നും നിറം മങ്ങാതെ കൂടുതൽ ശോഭിതമായി ആരാധനയ്ക്കും പൊതുവണക്കത്തിനുമായി പിഒ ഭവൻ അരുളിക്കയിൽ എഴുന്നള്ളിയിരിക്കുന്നു. 4 വർഷങ്ങൾക്ക് ശേഷവും തിളക്കമാർന്ന് നിലനിൽക്കുന്ന ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് നിലവിലെ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാക്കിരിയിൽ OFM കപ്പൂച്ചിൻ ഷിക്കേന ന്യൂസിനോട് പങ്കുവയ്ക്കുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് എഴുന്നള്ളിച്ചു വെച്ച തിരുവോസ്തിയിൽ സജീവനായി ദിവ്യകാരുണ്യനാഥൻ ഇന്നും ജീവിക്കുന്നു. കോവിഡ് കാലം 4.5 വർഷങ്ങൾക്ക് മുമ്പ് ബിനോയ് ലീൻ അച്ഛനെടുത്തു വെച്ച ആ ദിവ്യകാരുണ്യം ഇന്നും ഒരു കേടുപാടും കൂടാതെ ഇന്നലെ എടുത്തു വെച്ചതുപോലെ ഒരു മുറിവോ ഒരു പൊടിയോ ഒന്നുമില്ല, പുതുപുത്തനായിട്ട് ഈശോ ഇരിക്കുക. ഈശോ ഇന്നും ആ ദിവ്യകാരുണ്യത്തിൽ സജീവനായിരിക്കുക, ഒരു മാറ്റവുമില്ല. ജീവിക്കുന്ന ദൈവം 4.5 വർഷം ചിന്തിച്ചു നോക്കും, ഒരു രീതിയിലുള്ള ഒരു മാറ്റവും ഇല്ലാതെ ഈശോ. ആ ആരാധനയിൽ അനേകർ വന്ന് നമ്മൾ നടക്കുന്ന നേരങ്ങൾ എത്രയോ ഭാഗ്യം ചെന്നെന്ന് ഞാൻ പറയും. ജീവിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് ആരാധിക്കാൻ സാധിക്കുന്നു. ഞാൻ ബിനോയ് അച്ഛന് ഒരു നമസ്കാരം പറയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് സത്യമായിട്ട് ഞാൻ പറയും. അതോടൊപ്പം കൈകെട്ടിയ ഈശോയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിച്ച് നൊവേന ചൊല്ലുന്നത് കേരളത്തിൽ കൊല്ലം രൂപതയിലെ തൂയം ഇടവകയ്ക്ക് ശേഷം പുത്തൂർ വയൽ പിഒ ഭവനിൽ മാത്രമാണെന്നതും മറ്റൊരു സവിശേഷതയാണ്. ഇത് മറ്റൊരു അത്ഭുതങ്ങളുടെ പെരുമഴയാണെന്ന് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാക്കിരിയിൽ OFM കപ്പൂച്ചിൻ പങ്കുവച്ചു. കൈകെട്ടിയ ഈശോയുടെ മുൻപിൽ വിശ്വാസത്തോടെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമെന്ന് ഫാദർ സെബാസ്റ്റ്യൻ കാക്കിരിയിൽ ഷിക്കേന ന്യൂസിനോട് പറഞ്ഞു. ഒത്തിരിയേറെ മക്കള് കടന്നു വരുന്നതും അവർ ഭക്തിപൂർവം ഈ നൊവേന ചൊല്ലിക്കൊണ്ട് അവരുടെ കെട്ടുകൾ അഴിയുന്നതുമായിട്ടുള്ള വലിയ അത്ഭുതങ്ങൾ ഇവിടെ നടക്കുകയാണ്. കൈറ്റീശോയുടെ നൊവേന എന്ന് വെച്ചാൽ വളരെ അപൂർവമാണ്, നമുക്കറിയാമല്ലോ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ആ നൊവേന നിങ്ങൾ വിശ്വസ്തയോടെ ഭക്തിയോടെ നിങ്ങൾ ചൊല്ലി നോക്കുക. ചില മക്കളൊക്കെ എന്നെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. അവർ തന്നെ മെനഞ്ഞെടുത്ത ചില മുൾക്കിരീടം തലയിൽ വെച്ചുകൊണ്ട് അവർ കല്ലും മണ്ണും ഒക്കെ നിലത്ത് ഇട്ടുകൊണ്ട് അതിൻ്റെ പുറത്ത് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈ നൊവേന ചൊല്ലി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പീലാത്തോസിൻ്റെ അരമനയിൽ നമുക്കറിയാം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ മരിക്കുന്നതിന് മുമ്പ് ഒരു രാത്രി മുഴുവൻ അർത്ഥനഗ്നനായ ഏതാണ്ട് 6000-ലധികം അടിയേറ്റ് തലയിൽ മുൾക്കിരീടം വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഉറക്ക വിളച്ച് നിന്ന ഈശോയുടെ ചിത്രമാണ് ഈ കൈകെട്ടിയ ഈശോ. അപ്പൊ ഈശോ നൽകുന്ന സന്ദേശം എന്താണ്? ആരൊക്കെ എന്നോടൊപ്പം, അന്ന് എന്നോടൊപ്പം ആരും ഇല്ലായിരുന്നു, ഇന്ന് എൻ്റെ സഹനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ആരൊക്കെ എന്നോടൊപ്പം നിൽക്കുന്നു അവരുടെ കെട്ട് ഞാൻ അഴിക്കും. അത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.